अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुह व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना। मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व अश्हदु अल्ला इलाहा इल्लल्लाहु व अश्हदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बाद फ़इन्न खैरल हदीस किताबुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअ व कुल्ल बिदअतिन ज़लालह। अय्युहन नास उसीकुम व इय्याय अव्वलन बितक़्वल्लाह। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिहि व ला तमूतुन्न इल्ला व अंतुम मुस्लिमून। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। वल्लाहु अंज़ल मिनस समाइ माअन फ़अह्या बिहिल अर्ज़ बअद मौतिहा इन्न फ़ी ज़ालिक लआयातिन लिक़ौमिन യസ്മഊൻ। സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ലോകരക്ഷിതാവായ അള്ളാഹു മനുഷ്യന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അപാരമായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യക്ഷവും പരോക്ഷവുമായ അനേകം അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ സുപ്രധാനമായ ഒരു അനുഗ്രഹമാണ് മനുഷ്യന് ശുദ്ധജലവും അതുമാതിരിയുള്ള ഉപ്പുജലവും ഒക്കെ നൽകി എന്നുള്ളത്. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 65-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. വല്ലാഹു അൻസല മിനസ്സമാഇ മാഅ. അള്ളാഹു ആകുന്നു ആകാശലോകത്ത് നിന്ന് ജലം വർഷിപ്പിച്ചു എന്നത്, അഥവാ മഴ വർഷിപ്പിച്ചു എന്നത്. ഫഅഹ്യ ബിഹിൽ അർള ബഅദ മൗതിഹ. ആ മഴ മൂലം അള്ളാഹു നിർജീവമായ വരണ്ട ഭൂമിയെ ജീവിപ്പിച്ചു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യസ്മഊൻ. കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. അപ്പോൾ മഴ വർഷിച്ചാൽ ഭൂമിക്ക് ജീവനുണ്ടാവുകയും ഭൂമിയിൽ സസ്യലതാദികൾ മുളച്ചു വരികയും അതേപോലെ തന്നെ ഏത് തരിശായ ഭൂമിയും ഏത് മരുഭൂമിയും ഒക്കെ അതിൽ സസ്യലതാദികൾ മുളച്ചു വന്നുകയും ചെയ്യുമെന്ന്. മഴ എവിടെ, എത്ര അളവിൽ, എപ്പോൾ വർഷിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. മനുഷ്യർക്ക് അതിലൊന്നും ചെയ്യാനില്ല, അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല മഴ വർഷിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഇഷ്ടാനുസരിച്ചാണ്. ഖുർആൻ അത് ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അത് കർമേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരുന്നത് നാം ആണോ അതല്ല നിങ്ങളാണോ എന്നാണ്. അള്ളാഹു മഴ വർഷിപ്പിക്കുക മാത്രമല്ല, ആ മഴ ഭാവിയിൽ മനുഷ്യന് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ഭൂമിയിലെ പ്രത്യേക ഇടങ്ങളിൽ അള്ളാഹു അത് നിക്ഷേപിക്കുന്നു. അത് നിക്ഷേപിക്കുന്നത് എന്തിനാണ്? മനുഷ്യർക്ക് ഭാവിയിൽ പിന്നീട് ഉഷ്ണകാലത്തൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ.
നീ ചിന്തിച്ചു നോക്കുന്നില്ലേ, ആകാശലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. എന്നിട്ട് പറയുന്നു ഫസലക്കഹു യനാബിയ, യൻബൂ എന്ന് പറഞ്ഞാൽ ഉറവിടം, ഫില്ലാർദ് ഭൂമിയിലെ ഉറവിടങ്ങളിൽ ആ മഴവെള്ളത്തെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നു. സുമ്മ യുഖ്രിജു ബിഹി സർഅൻ, പിന്നെ അതുമൂലം അള്ളാഹു കൃഷി ഉൽപ്പാദിപ്പിക്കുന്നു. മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്ത നിറങ്ങളിലും വ്യത്യസ്ത രുചികളുമുള്ളതായ പല വിഭവങ്ങൾ എന്നാണ്. 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിലെ 18-ാമത്തെ വചനത്തിലും അള്ളാഹു ഇതേ ആശയം പറയുന്നുണ്ട്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ, ഒരു നിശ്ചിത കണക്കനുസരിച്ച് ആകാശലോകത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ച് തരുന്നത് പടച്ചവനാണ്. ഫാസ്കന്നാഹു ഫിൽ അർള്, സക്കന എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ താമസിപ്പിച്ചു, ഭൂമിയിലേക്ക് അത് താമസിപ്പിച്ചു, അതെങ്കിൽ ഭൂമിയിൽ അത് തങ്ങി നിൽക്കുന്നതാക്കി വെള്ളത്തെ അള്ളാഹു എന്നാണ്. വൈനാല ദഹാബിൻ ബിഹി ലഖാദിറൂൻ, ആ വെള്ളം കൊണ്ടുപോകുവാനും അള്ളാഹുവിന് കഴിയും. അഥവാ വെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്ന, ക്ഷാമം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാനും അള്ളാഹു കഴിയും. അപ്പം വെള്ളം വർഷിപ്പിക്കുക മാത്രമല്ല, ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടി അള്ളാഹു ഇത് നിക്ഷേപിക്കുന്നുണ്ട്. പാറകൾക്കുള്ള ഉള്ളിലും ഉറവകളിലും ചതുപ്പ് നിലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ മഴവെള്ളത്തെ അള്ളാഹു സംഭരിക്കുന്നു, നിക്ഷേപിച്ചു വെക്കുന്നു, അല്ലേ? അത് പിന്നീട് അത് ഉറവകളായി കിണറുകളിലൂടെയും മറ്റും മനുഷ്യന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ വെള്ളം നിക്ഷേപിക്കുന്നത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഈ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കോൺക്രീറ്റ് കട്ടകൾ അല്ലെങ്കിൽ അതുപോലെ എല്ലാം നിരത്തി വെച്ച് ഭൂമിയിലേക്ക് വെള്ളം അത് ഇറങ്ങുന്നില്ല. കുളങ്ങളും വയലുകളും എല്ലാം മണ്ണിട്ട് നികത്തി ആ ജലസ്രോതസ്സുകളെല്ലാം നമ്മൾ അടച്ചു കളഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പെയ്യുന്ന മഴ ഒന്നായിട്ട് ഒലിച്ചിട്ട് പുഴയിലൂടെ അങ്ങനെ കടലിൽ ചെന്ന് ചേരുകയാണ്. കേരളത്തിലൊരു വർഷത്തിൽ 3000 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട്. അഥവാ 12 കോടി ക്യൂബിക് മീറ്റർ മഴയാണ് ഒരു വർഷത്തിൽ ലഭിക്കുന്നത്. അതിൽ 60% കുത്തിയൊലിച്ചുകൊണ്ട് കടലിൽ പതിക്കുകയാണ്. ഒരു 40% മാത്രമാണ് സംഭരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉഷ്ണകാലത്ത് ഈ വെള്ളം സംഭരിക്കപ്പെടാത്തത് കൊണ്ട് സൂര്യതാപവും വരൾച്ചയും ഒക്കെ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഡിഗ്രി ചൂട് 36, 37 ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്, 38, അല്ലേ? അപ്പോൾ ആ രൂപത്തിലേക്ക് ചൂടുകൾ കൂടി സൂര്യതാപം ഏൽക്കുന്ന ഒരവസ്ഥ ഗൾഫിലൊക്കെ പണ്ട് പറയുന്ന മാതിരി 11 മണി മുതൽ 3 മണിൻ്റെ ഇടയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് അധികാരികൾ നമുക്ക് ലഭിച്ചത്, അല്ലേ? അപ്പം ഇതിനൊക്കെ കാരണം ഒരു വേള ചിന്തിക്കുമ്പോൾ മനുഷ്യൻ തന്നെയാണ്. ഭൂമിയുടെ സന്തുലിതാവസ്ഥക്ക് മാറ്റം വരുത്തുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. വലിയ തോതിൽ പാറകൾ ഖനനം ചെയ്ത് പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകുന്നു, അല്ലേ? അതുപോലെ ഇതുപോലെ ജലസ്രോതസ്സുകൾ നികത്തപ്പെടുന്നു. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ളറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ്, ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഭൂമിയിലും കടലിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ അള്ളാഹു ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള വരൾച്ചകളൊക്കെ ഉണ്ടാക്കും എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ജലസ്രോതസ്സുകൾ നമ്മൾ തടയാൻ പാടില്ല. അതിന് നമ്മൾ സുഗമമായി ജലങ്ങൾ സംഭരിക്കാനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. ജലത്തിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത് എന്നാണ്, അല്ലേ? അള്ളാഹു നമുക്ക് കാലാകാലങ്ങളിൽ മഴ വർഷിപ്പിക്കുകയും ഭൂമിയിൽ അത് നിക്ഷേപിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ പ്രാധാന്യം, വെള്ളത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ്. വെള്ളം അമൂല്യമാണ്. സ്വർണത്തെക്കാളും മറ്റു അമൂല്യ രത്നങ്ങളെക്കാളും വിലയേറിയതാണ് വെള്ളമെന്ന. വെള്ളത്തിന് പകരം മറ്റൊരു വസ്തു കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ വെള്ളത്തിന് പെട്രോളിന് പകരം വേറെ വസ്തുക്കൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ വെള്ളത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ എന്താണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. മനുഷ്യൻ്റെ മാത്രമല്ല മറ്റ് ജീവവർഗങ്ങളുടെയും ഭൂമിയിലെ നിലനിൽപ്പിന് ആധാരം വെള്ളമാണെന്നാണ്. വെള്ളമില്ലെങ്കിൽ ഭൂമിയിൽ ജീവന് നിലനിൽപ്പില്ല. ജനനം മുതൽ മരണം വരെ ഒരാൾക്ക് ആവശ്യമുള്ള ഒന്നാണ് വെള്ളം. ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ നമ്മൾ അവൻ്റെ നാവിൽ വെള്ളമാണ് തൊട്ട് കൊടുക്കുന്നത്. ഒരാൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മൾ വെള്ളമാണ് കൊടുക്കുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിലെ 70% വെള്ളമാണ്. ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് മനുഷ്യജീവിതം ആരംഭിച്ചതും മനുഷ്യൻ സമൂഹമായി വളർന്നതും സംസ്കാരങ്ങൾ താഴ്ച വളർന്നതുമെല്ലാം
ജലവുമായി വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. പണ്ട് കാലത്ത് ആളുകൾ താമസിച്ചിരുന്നത് നദീതടങ്ങളിലാണ്, വെള്ളത്തിൻ്റെ പുഴകളുടെ തീരങ്ങളിലാണ്. അല്ലേ? നമ്മൾ പുരാതനമായ സംസ്കാരങ്ങൾ പഠിക്കുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട സംസ്കാരം, നൈൽ നദീതട സംസ്കാരം, ഇന്ത്യക്കുള്ളിൽ പറയുകയാണെങ്കിൽ സിന്ധു നദീതട സംസ്കാരങ്ങളൊക്കെ അത് നദീതടങ്ങളിലാണ് സംസ്കാരങ്ങൾ ഉളവെടുത്തത്. മക്കയിൽ സംസം ജലം കണ്ടുപിടിച്ചോടുകൂടിയാണ് അവിടെ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങിയത്. അപ്പം ജലമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ നിദാനമാണ് ജലം, മനുഷ്യൻ്റെ അടിസ്ഥാന ഘടകമാണ് വെള്ളം. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. 21-ാം അധ്യായം അംബിയായിലെ 30-ാം വചനത്തിൽ വജഅൽനാ മിനൽ മാഇ കുല്ലി ഷൈഇൻ ഹൈ, ജീവനുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയിൽ നിന്നാണ് നാം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജലം ഉപയോഗിക്കുവാൻ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. വിലപിടിപ്പുള്ള അമൂല്യമായ വെള്ളം വിനിയോഗിക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. ഒന്ന്, മിതത്വം പാലിക്കണം. മിതമായിട്ടേ വെള്ളം ഉപയോഗിക്കാവൂ എന്നാണ്. ആരാധനാ കർമ്മങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് അമിതമായി പോകരുത്. പ്രവാചകൻ്റെ ഉളൂവിനെക്കുറിച്ചും പ്രവാചകൻ്റെ കുളിയെക്കുറിച്ചും ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാനൻ നബിയു യതവല്ലഉ ബിൽ മുദ്, ഒരു മുദ് വെള്ളം കൊണ്ടാണ് പ്രവാചകൻ ഒളു എടുത്തിരുന്നത്. ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ 2 കൈകൾ ചേർത്ത് വെച്ചാൽ അതിൽ കൊള്ളുന്ന വെള്ളമാണ് ഒരു മുദ്. അഥവാ 1/4 ലിറ്റർ വെള്ളം കൊണ്ടാണ് പ്രവാചകൻ ഒളു എടുത്തിരുന്നത്. പ്രവാചകൻ കുളിച്ചിരുന്നത് വയഗ്തസിലു ബിസ്സായ്, ഒരു സായ് വെള്ളം കൊണ്ടാണ്. ചിലപ്പം അത് ഒരു സായ് വെള്ളം എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ചിലപ്പോൾ അത് ഇല്ല, ഹംസത്ത് അംദാദ്, ചിലപ്പോൾ 5 മുദ്ദ് വെള്ളത്തിലേക്ക് പോകും. എന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളമാണ് ഒരു സായ് എന്ന് പറയുമ്പോൾ. ചിലപ്പോൾ കുറച്ച് കൂടും. അപ്പോൾ ആരാധനകൾക്ക് പോലും വെള്ളം ഉപയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കണമെന്ന് പറയുമ്പോൾ മറ്റുള്ളതിൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. അല്ലേ? നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ ഒന്നു എടുക്കുകയാണെങ്കിൽ പൈപ്പ് വലിയ സ്പീഡിൽ തുറന്നിട്ട് കുറേശ്ശെ വെള്ളം എടുത്ത് കൂട്ടുന്ന കാല് കഴുകി കഴിയുന്നവരെ പൈപ്പ് ഓണാണ്. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒതുവിന് ഉപയോഗിക്കുള്ളൂ, ബാക്കിയെല്ലാം വേസ്റ്റായി പോവാണ്. ഒരു ബക്കറ്റിൽ ആ വെള്ളം നമ്മൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഒരു ബക്കറ്റ് ഫുള്ളായിട്ട് അതിൽ കൊള്ളുന്ന വെള്ളമാണ്. അപ്പോൾ അത് അമിതമാണ്. പ്രവാചകൻ ഒരു മുദ്ദ് വെള്ളം കൊണ്ടാണ് ഒതു എടുത്തെന്ന് പറയുമ്പോൾ അമിതമായിട്ട് ജലം ഉപയോഗിക്കരുത്. അമിതോപയോഗം നമ്മൾ തടയണം. കുളിക്കാണെങ്കിലും ഒതുവിനാണെങ്കിലും അമിതമായി വെള്ളം ഉപയോഗിക്കരുത്. അല്ലേ? നമ്മളടുത്ത് വെള്ളമുണ്ട് എന്ന് വെച്ച് നമ്മളെ കിണറിലും നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല, അപ്പുറത്ത് അയൽവാസിയായ ആൾ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടാണ്, പറമ്പിൽ വെള്ളമില്ല എങ്കിൽ നമ്മൾ ആ വെള്ളം അമിതമായി ഉപയോഗിക്കരുത്. നമ്മളടുത്ത് വെള്ളമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ചെടികൾ നനയ്ക്കാനും കാറ് കഴുകാനും മറ്റും ദുരുപയോഗപ്പെടുത്തുന്നു. അപ്പുറത്തുള്ളവൻ ദാഹജലത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ അവനെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് അവകാശപ്പെട്ടതും ആവശ്യമുള്ളതും വെള്ളം മാത്രം എടുക്കുക. അല്ലേ? സാദ് റളിയല്ലാഹു അൻഹു ഒതു എടുക്കുമ്പോൾ അമിതമായി വെള്ളം ചെലവഴിച്ചവൻ പ്രവാചകൻ ചോദിച്ചു, മാ ഹാദ സറഫ് യാ സായദ്, സായദ് എന്തൊരു അമിതമാണ് ഈ വെള്ളം ചെലവഴിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒളുവിൽ വെള്ളം ചെലവഴിക്കുന്നതിൽ അമിതത്വമുണ്ടോ? പ്രവാചകൻ പറഞ്ഞ മറുപടി, നഅം വഇൻ കുൻത അലാ നഹ്റിൻ ജാരിൻ, ഒഴുകുന്ന പുഴയിലാണെങ്കിലും നമുക്ക് അവകാശപ്പെട്ടത് മാത്രമേ എടുക്കാവൂ. നിനക്ക് ഒളു എടുക്കാത്ര വെള്ളമാണോ അത് മാത്രം എടുത്താൽ മതി എന്നാ. അല്ലേ? കാരണം ഇത് നമുക്ക് മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും ഒക്കെ ആവശ്യമുള്ള, അവർക്കെല്ലാം അവകാശപ്പെട്ട ജലമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചിന്ത നമുക്ക് വേണം. അപ്പോൾ ജലം പാഴാക്കരുത്. നമ്മളൊക്കെ എന്താണ്, നമ്മൾ ടാങ്ക് നിറയാൻ ഇത്ര മിനിറ്റ് മോട്ടർ ഇട്ടാൽ മതി നമുക്കറിയാം. പക്ഷേ ടാങ്ക് നിറഞ്ഞാലും വെള്ളം കവിഞ്ഞ് പുറത്തു പോവാണ്, പൈപ്പ് ലീക്കായിട്ട് വെള്ളം പോവുകയാണ്. പൈപ്പ് നന്നാക്കിയാൽ മതി, അതിന് നമ്മൾ മെനക്കാടാറില്ല. ഒരു പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പാഴായി പോകുന്നുണ്ട് എങ്കിൽ 1 മിനിറ്റിൽ 5 തുള്ളി വെള്ളം അങ്ങനെ പാഴായി പോവുകയാണെങ്കിൽ ഒരു ദിവസം 2 ലിറ്റർ വെള്ളമാണ് പാഴായി പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മഴവെള്ളം പാഴായി പോകാതെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അത് സംഭരിച്ചു വെക്കാനും മഴക്കൊഴികൾ ഉണ്ടാക്കാനൊക്കെ നമുക്ക് അതിനു വേണ്ടി സമയം അത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. ജലം മലിനമാക്കരുത്, മറ്റൊരു നിർദ്ദേശമാണ് ഇസ്ലാമിൻ്റെ. അല്ലേ? ഒരു വലിയ സന്ദേശമാണ്. ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തരുത്, അത് വലിയ അളവിലുള്ള വെള്ളം ഉപയോഗശൂന്യമാക്കി കളയും എന്നാണ്. അല്ലേ? ഇസ്ലാം അത് കർശനമായി നിരോധിക്കുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തരുതെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഒന്നെവിടെയാണ്? ജല ഉറവിടമാണ്. മറ്റൊന്ന് വഴിക്കവലിൽ ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണ്.
മൂന്നാമത്തത് തണൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. അതെല്ലാം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഇടങ്ങളാണ്. അതിൽ പറഞ്ഞൊരു സ്ഥലമാണ് ജല ഉറവിടം. ജലം ഒഴുകുന്ന ഉറവിടത്തിൽ പോയി മലമൂത്ര വിസർജനം നടത്തി ആ വെള്ളം മലിനമാക്കുക. അതുപോലെ തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. കാരണം അത് ആ വെള്ളത്തെ മലിനമാക്കും. അപ്പോൾ വെള്ളം മലിനമാകുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? ഇതുപോലെ തന്നെയാണ് മാലിന്യങ്ങൾ, ഫാക്ടറി വേസ്റ്റുകൾ, മാംസ മാർക്കറ്റിലെ മാലിന്യങ്ങൾ, ഇവയൊക്കെ കൊണ്ടിട്ട് ജല ഉറവിടങ്ങളിൽ പുഴയിൽ കൊണ്ടുപോയിടുന്ന ആളുകളുണ്ട്, അല്ലേ? അതിങ്ങോട്ട് അവിടെ ആകെ വൃത്തികേടാകുന്ന ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുത്തുന്ന ആളുകളുണ്ട്. ഇതെല്ലാം വലിയ തെറ്റാണ് ഇസ്ലാമികമായിട്ട്. ഇന്ത്യയിൽ ഒരു ദിവസം 13,000 ലിറ്റർ മലിനജലം വ്യവസായശാലകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതെല്ലാം തന്നെ ഈ ശുദ്ധജലത്തെ മലിനമാക്കുന്ന രൂപത്തിലേക്ക് വളർന്നു കഴിഞ്ഞാൽ ശുദ്ധജലത്തിൻ്റെ ഉറവിടങ്ങൾ അത് ഇല്ലാതായി പോകും. അപ്പോൾ ജലം മലിനമാക്കരുത്. നമുക്ക് അള്ളാഹു വിശുദ്ധമായ ജലമാണ് ആകാശത്ത് നിന്ന് വർഷിപ്പിച്ചിരുന്നത്. അൻസൽനാ മിനസ്സമായി മാ അൻ തഹൂർ എന്നാണ് 25-ാം അധ്യായം ഫുർഖാനിലെ 48-ാം വചനത്തിൽ പറയുന്നത്. ശുദ്ധമായ വെള്ളമാണ് ആകാശത്ത് നിന്ന് ഇറക്കി തരുന്നത് എന്നാണ്. ആ ശുദ്ധമായ ജലം ശുദ്ധമായി തന്നെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. അത് മലിനമാക്കരുത്. ആളുകൾക്ക് ഉപയോഗിക്കാനും ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാനും ഉള്ളതാണത്. ഇപ്പോൾ പുഴയിൽ ഫാക്ടറി വേസ്റ്റുകളും മത്സ്യത്തിൻ്റെ വേസ്റ്റുകളും കോഴിൻ്റെ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയിട്ട് അത് മലിനമാക്കുക, അത് ഉപയോഗശൂന്യമാക്കുക, ഇതെല്ലാം വലിയ തെറ്റായിട്ട് ഇസ്ലാം പറയുന്നത്, അല്ലേ? ഇന്ത്യയിൽ 34% ജലസ്രോതസ്സുകളും ഇന്ന് മലിനമാണ്. കേരളത്തിൽ അതിലും കൂടുതലാണ് മലിനമാക്കുന്നത് ആളുകൾ. അപ്പം വരൾച്ചയും ജലദൗർലഭ്യവും ഒക്കെ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിധിവരെ കാരണക്കാർ നമ്മളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇന്നിപ്പം കുഴൽ കിണർ കുത്തിയാൽ തന്നെ വെള്ളം കാണാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വെള്ളം താഴോട്ട് പോവാണ്. ഖുർആൻ സൂറത്ത് ബഖറ ചോദിക്കണേ, നിങ്ങളെ വെള്ളം താഴോട്ട് ആണ്ടുപോയാൽ അപ്പോൾ ആരാണ് നിങ്ങൾക്ക് ശുദ്ധജലം തരാനുണ്ടാവുക? അപ്പോൾ ഈ ജലക്ഷാമം നേരിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ വിപത്താണ് ലോകത്തുണ്ടാവുക. ലോകത്ത് ജലക്ഷാമം നേരിടുന്ന ലോകത്തിലെ 30-ലേറെ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മുടെ ഇന്ത്യ രാജ്യവും നീങ്ങിക്കൊണ്ടിരിക്കുക എന്നാണ് കണക്കുകൾ നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നാം ഗൗരവമായി ഈ വിഷയം കാണണം. ജലം മലിനമാക്കാതിരിക്കുക, ഉള്ള ജലത്തെ സംരക്ഷിക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. ലോകത്തിൻ്റെ 3/4 ഭാഗവും വെള്ളമാണ്, 1/4 ഭാഗമേ കരയുള്ളൂ, അല്ലേ? എങ്കിലും അതിൽ ശുദ്ധജലം 0.6%. ഈ ജലം കരുതി വെക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. മഴക്കാലത്ത് ജലം സംഭരിച്ചു വെക്കണം. ജലം ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഖുർആൻ പറഞ്ഞ നിക്ഷേപിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. വെള്ളം ഒഴുകിപ്പോകാതിരിക്കാനുള്ള അവസരം, ഒഴുകിപ്പോകാൻ നമ്മൾ സമ്മതിക്കരുത്. ഉപയോഗശൂന്യമായ ജലസ്രോതസ്സുകൾ നമുക്ക് കുളങ്ങളൊക്കെ ഉപയോഗപ്രദമാക്കണം, അത് വൃത്തിയാക്കിയിട്ട്, അല്ലേ? അതുപോലെ തന്നെ വളരെ വെള്ളം അമിതമായ ഉപയോഗം നമ്മൾ നിയന്ത്രിക്കുക. ജലം അത് വേസ്റ്റുകളിട്ട് മലിനമാക്കാതിരിക്കുക. ഇതിനൊക്കെ പുറമേ പാപങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ വെള്ളത്തെ പിടിച്ചു വെക്കുന്ന നൂഹ് നബിയുടെ സമൂഹത്തോട് നൂഹ് നബി പറഞ്ഞിട്ടുണ്ട്, വഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും പൊറുക്കലിനെ തേടണം. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. നിങ്ങൾക്ക് അള്ളാഹു ആകാശത്തിൽ നിന്നും വെള്ളം സമൃദ്ധമായി ഇറക്കിത്തരും എന്ന് പറയുന്നു. അപ്പം വെള്ള ദൗർലഭ്യം, ജലക്ഷാമവും ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടത്തിൽ സത്യവിശ്വാസികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലേ? ഉള്ള ജലം ഇതേമാതിരി സംരക്ഷിക്കുക. അതുപോലെ തന്നെ വെള്ളം ഉള്ളവർ ഇല്ലാത്തവർക്ക് അത് നൽകുക, അല്ലേ? കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകളുടെ ദുരിതമകറ്റുവാൻ നമ്മൾ മെനക്കെടണം. മഹല്ലുകളും യുവജനങ്ങളും കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ തന്നെ അവർക്ക് വെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വലിയ കൂലിയുള്ള കാര്യമാണ് എന്ന് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അയ്യുമാ മുസ്ലിമിൻ സഖാ മുസ്ലിമൻ അലാ ലമൈൻ. ദാഹിക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും വെള്ളം നൽകിയാൽ സഖാ അല്ലാഹു മിന റഹീഖിൽ മഖ്തൂം. സീൽ വെച്ച അള്ളാഹുവിൻ്റെ സ്വർഗീയ മദ്യം അവന് കുടിക്കാൻ വേണ്ടി കൊടുക്കും എന്നാണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയതാണ്. അവർ
വലതും സദക്ക ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി സദക്ക ചെയ്യട്ടെയോ എന്ന് ചോദിച്ചോ. പ്രവാചകൻ പറഞ്ഞു അതെ ചെയ്തോളൂ. എന്ത് സദക്കയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പ്രവാചകൻ പറഞ്ഞത് സഖിയുൽ മാ, വെള്ളം കുടിപ്പിക്കുക അല്ലേ. കിണറില്ലാത്ത സ്ഥലത്ത് കിണർ കുത്തി കൊടുക്കുക, വെള്ളമില്ലാത്തടത്ത് വെള്ളത്തിൻ്റെ പൈപ്പുകൾ തയ്യാറാക്കി വെള്ളം കൊടുക്കുക എന്നാണ്. ഇതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. നമ്മുടെ 3 കാര്യങ്ങൾ അത് തടയാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം അടിവരയിട്ട് പറയുന്നുണ്ട്. ഒന്നെന്താണ്? 1 വെള്ളമാണ്, 2 തീയാണ്, 3 മേച്ചിൽ സ്ഥലങ്ങളാണ്. മേച്ചിൽ സ്ഥലങ്ങൾ എല്ലാ കന്നുകാലികൾക്കും മേയാനുള്ളതാണ്. അത് പൊതുവായിട്ടുള്ള കാര്യമാണ്, ഇത് തടയുവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ തൻ്റെ വെള്ളം മറ്റുള്ളവർക്ക് തടഞ്ഞാൽ അള്ളാഹു അവനെ പരലോകത്ത് വെച്ച് അവനെ മൈൻഡ് ചെയ്യൂല, അവനോട് സംസാരിക്കൂല, അവന് യാതൊരു അനുഗ്രഹവും വിട്ടുവീഴ്ചയും ചെയ്യൂല എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇത്. ഈ അള്ളാഹു നൽകിയ ജലം എന്നുള്ള അനുഗ്രഹത്തെ നമ്മൾ അതിൻ്റെ വില കാണുകയും അതിന് വില കൽപ്പിക്കുകയും അത് സംരക്ഷിക്കുകയും അത് പാഴായി പോകാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയുടെയും കടമയാണ്, കടപ്പാടാണ്. വരൾച്ച കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരിലേക്ക് സഹായം എത്തിക്കുക എന്നുള്ളതും നമ്മുടെ ദീൻ നമ്മോട് കൽപ്പിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വരൾച്ച രൂക്ഷമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനം നടത്തണം. എന്നിട്ട് ആബാലവൃദ്ധ ജനങ്ങളും ഇത് മൈതാനത്തേക്ക് പോയിട്ട് അവിടെ വെച്ച് അള്ളാഹുവിനോട് സലാത്തുൽ ഇസ്തിസ്ഖ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കരിക്കണം. എന്നിട്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഗ്ഹിസ്ന, അല്ലാഹുമ്മ അഗ്ഹിസ്ന, അല്ലാഹുമ്മ ഇസ്ഖിന ഗൈസൻ മുഗീസൻ മരീഅൻ നാഫിയൻ ഗൈറ മുളാരിൻ ആജിലൻ ഗൈറ ആജിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിസ്ഖ നിസ്കാരത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കാണാം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണം, സുഭിക്ഷമായ സുഖകരമായ ഉപദ്രവമില്ലാത്ത മഴ പെട്ടെന്ന് തന്നെ വർഷിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിസ്കാരിച്ച സ്ഥലത്തേക്ക് തന്നെ മഴ വർഷിപ്പിച്ച ചരിത്രമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ അമിതമായ ഈ വരൾച്ചയും അതുപോലെ തന്നെ ഈ ചൂടും ഇതൊക്കെ നമ്മൾ അതിന് ഇസ്ലാമികമായ മാനങ്ങൾ, ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക, അതിൻ്റെ പരിഹാരം കാണുക. റബ്ബ് തആല അത്തരം വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഇതെല്ലാം പടച്ചവൻ അതിനെല്ലാം നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുരിതങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അതിൽ നിന്നും ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.